രണ്ടാഴ്ചത്തെ തീവ്ര ശ്രമത്തിനൊടുവിൽ മുറിച്ചു മാറ്റേണ്ടിയിരുന്ന ടെർമിനാലിയ വൃക്ഷത്തിന് പുതുജീവൻ. ചിറ്റിലപ്പള്ളി സ്ക്വയറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ 10 വർഷം മുറ്റത്ത് നിന്നിരുന്ന മരം മുറിച്ചു മാറ്റാതെ മറ്റൊരിടത്തേക്ക് മാറ്റി നടാനായിരുന്നു കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ തീരുമാനം. വികസനം മനുഷ്യർക്കാണെന്നും മരങ്ങളെ എന്തിനു നോവിക്കണമെന്നുമാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ചോദിക്കുന്നത്. പ്രകൃതി സംരക്ഷണ ദിനത്തിലെ മനം നിറയ്ക്കുന്ന ആ കാഴ്ചയിലേക്കാണ് നമ്മൾ. ചിറ്റിലപ്പള്ളി സ്ക്വയറിന് മുറ്റത്ത് 10 വർഷം അങ്ങനെ വളർന്നു പടർന്നു പന്തലിച്ചു. 10 വർഷത്തിനിപ്പുറം കെട്ടിടത്തിന് നവീകരണ പ്രവർത്തനങ്ങൾക്ക് സമയമായി. പിറന്നു വളർന്ന മണ്ണിൽ തന്നെ ഇല്ലാതാകുമോ എന്നതായിരുന്നു ടെർമിനാലിയുടെ ആശങ്ക. പക്ഷേ അതിനെ അങ്ങനെ വിട്ടുകളയുവാൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തയ്യാറായില്ല. മറ്റൊരിടത്തേക്ക് മരത്തിന്റെ തൊലി പോലും കേടുപറ്റാതെ മാറ്റി നടണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അപൂർവമായി കണ്ടുവരുന്ന മഡഗാസ്കർ ആൽമണ്ട് ഇനത്തിൽപ്പെട്ട മരമാണ് ടെർമിനാലിയ. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ നിർദ്ദേശം സഹപ്രവർത്തകർ അക്ഷരം പ്രതി അനുസരിച്ചു. മരം മാറ്റി നടാൻ മറ്റൊരിടം കണ്ടെത്തി. പറിച്ചു നട്ട മരം കാറ്റത്തും മഴയത്തും തളർന്നു വീഴാൻ പാടില്ല. JCB എത്തി വേരിന് സുരക്ഷയൊരുക്കാൻ പാകത്തിന് ഒരു വലിയ കുഴിയും ഒരുക്കി. വേരുകൾ പോകാതെ മരം പിഴുതെടുത്ത് ക്രെയിനിൽ പൊക്കി പുതിയ കുഴിയിൽ നട്ടു. 2 ആഴ്ചത്തെ പ്രക്രിയ. അങ്ങനെ ടെർമിനാലിയയ്ക്ക് പാർക്കിൽ തന്നെ പുതിയ വാസസ്ഥലമൊരുങ്ങി. ആക്ച്വലി ഈ മരം നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്വയർ തുടങ്ങാൻ ആലോചിച്ചപ്പോൾ തന്നെ നട്ടു വളർത്തിയ ഒരു മരമായിരുന്നു. ഇവിടെ ആൾക്കാർ ക്രൗഡ് ചെയ്യുന്നിടത്ത് തണൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഇങ്ങോട്ട് മാറ്റിയത്. പക്ഷെ അതിനൊരു മുന്നൊരുക്കം വേണം. കാരണം അത് ഒരു ജീവനുള്ള വസ്തുവാണ്. അപ്പോൾ ആദ്യമായി കുഴിച്ച് വേരൊക്കെ തെളിയിച്ച് അത് കെട്ടിവെച്ച് വേര് വളർത്തിയെടുത്ത് അതൊക്കെ ഭൂമിയായിട്ട് വിടിയിച്ച് അങ്ങനെ അതൊരു നീണ്ട പ്രോസസ്സാണ്. ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ 50,000-ഓളം ചെടികളും 100-ലധികം മരങ്ങളുമുണ്ട്. വികസനം മനുഷ്യർക്കെങ്കിൽ വൃക്ഷങ്ങളെ എന്തിനു വേദനിപ്പിക്കണമെന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഈ പ്രകൃതി സംരക്ഷണ ദിനത്തിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി മാതൃകയായി. 10 വയസ്സുകാരി ടെർമിനാലിയ ഹാപ്പിയുമായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമുള്ളനുണ്ട് തത്സമയം നമുക്കപ്പം. സ്നേഹ, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ വെട്ടിമുറിച്ച് കളയാൻ ഉത്സാഹം കാണിക്കാറുണ്ട് പലപ്പോഴും. മരങ്ങളെ പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ അത് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും മുറിക്കണം എന്നൊരു തത്വം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വികസനത്തിൻ്റെ ഭാഗമായി നമുക്ക് ചില മറുമാർഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും വെട്ടിമുറിക്കാറുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നല്ല മനസ്സ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ടെർമിനാലിയയ്ക്കും ഒരു പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഈ വികസനത്തിൻ്റെ പേരിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോഴാണ് ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ വാതിൽ നിന്നിരുന്ന ഒരു മരത്തെ ഒരു കേടുപോലും പറ്റാതെ മറ്റൊരിടത്തേക്ക് പറിച്ച് നടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഈ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി തൻ്റെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയതെന്ന്. അതുതന്നെയാണ് അദ്ദേഹത്തെ തികച്ചും വ്യത്യസ്തനാക്കുന്നത്. ഈ ടെർമിനാലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത്, ഈ ടെർമിനാലിയൊക്കെ ഏറെക്കുറെ ഒരു 3 വയസ്സുള്ളപ്പോഴാണ് നഴ്സറിയിൽ നിന്നും വാങ്ങുന്നത്. അതിനുശേഷം 10 വർഷത്തോളമായി അവിടെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ വാതിൽക്കൽ ഈ ടെർമിനാലിയ ഉണ്ടായിരുന്നു. അപ്പോൾ ടെർമിനാലിയയുടെ ബാല്യം മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ മരത്തിൻ്റെ ബാല്യം മുതൽ ഒരു യൗവനം വരെ അവിടെ തന്നെ, കൗമാരം വരെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ മരങ്ങൾക്കും ജീവനുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആദ്യം ഇത് വെട്ടി മാറ്റണമോ എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അപ്പോഴായിരുന്നു കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞത്, ഒരു തൊലി പോലും കേട് വരാതെ, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരു തൊലി പോലും കേട് വരാതെ മറ്റൊരിടത്തേക്ക് പറിച്ചു നടണം എന്നതാണ്. മറ്റൊരിടത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. ആ കോമ്പൗണ്ടും വിട്ടു പോയിട്ടില്ല ടെർമിനാലിയ എന്നുള്ളതാണ്. അപ്പം ചിറ്റിലപ്പള്ളി സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 50,000-ഓളം സസ്യങ്ങളും ഈ 1000-ലധികം വൃക്ഷങ്ങളും ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല നമുക്കറിയാം, അദ്ദേഹത്തിന് ഇപ്പോൾ വീഗാലാൻഡ് ആണെങ്കിലും അങ്ങനെ പല പല ഈ വ്യവസായ മേഖലകളിലാണെങ്കിലും അവിടെയെല്ലാം ഈ ചെടികളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ചെടികളെ നട്ടു വളർത്തുക, അതിനെ പരിപാലിക്കുക, അതൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്, അറിയുന്നതാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വികസനം എന്നുള്ളത് നമ്മൾക്കല്ലേ, അതായത് മനുഷ്യർക്കല്ലേ, അതിന് ഈ ചെടികളെയും സസ്യങ്ങളെയും ഒക്കെ ഈ നോവിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുതന്നെയാണ്
ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. മനുഷ്യനാണ് വികസനം കൊണ്ടുവരുന്നത്, അത് അനുഭവിക്കുന്നത് മനുഷ്യനാണ്. പക്ഷേ ഈ മരങ്ങളും ഈ പ്രകൃതിയെ മനുഷ്യനെ വല്ലാതെ ഉപദ്രവിക്കുന്നു എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, സ്നേഹായി പരാതിപ്പെടാറുണ്ട്. എന്തുകൊണ്ട് പ്രകൃതി ഇങ്ങനെ പെരുമാറുന്നു എന്ന്. മനുഷ്യൻ ഒരു കാലത്ത് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളൊക്കെ പ്രകൃതി തിരിച്ചു നൽകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്രത്തോളം നോവിക്കുന്നുവോ അത്രയും നമ്മൾ നോവ് അനുഭവപ്പെടാൻ തയ്യാറായിരിക്കണം എന്നതാണ്. പ്രകൃതിയെ വേദനിപ്പിക്കാതെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, പ്രകൃതി സൗഹാർദ്ദപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രവൃത്തികൾ, വികസനങ്ങളായിരിക്കും ഏറ്റവും നല്ലത്.